നമസ്കാരം. ആഗോള അയ്യപ്പ സംഗമത്തെ വിമർശിച്ച KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ നടത്തിയ പരിപാടിയെന്നാണ് KPCC പ്രസിഡന്റിന്റെ ഭാഷ്യം. യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയതിന്റെ പാപക്കറ ഇവിടുത്തെ സർക്കാരിന്റെ കയ്യിലുണ്ട്. ആചാരങ്ങൾ ലംഘിക്കാനാണ് CPM-ഉം സർക്കാരും ശ്രമിച്ചതെന്നും അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പരിപാടി മാത്രമാണെന്നും സണ്ണി ജോസഫ് ആവർത്തിച്ചു. പരിപാടി പരാജയമാണെന്ന് ദൃശ്യങ്ങൾ തെളിയിച്ചു. ആരോപണത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ കവടി നിരത്താൻ പോയപ്പോഴാകും കണ്ടതെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിലെ ആചാര ലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കർമ്മികത്വത്തിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം പ്രഹസനമായെന്നാണ് VD സതീശൻ പറയുന്നത്. അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും കബളിപ്പിക്കാനുള്ള സർക്കാർ ശ്രമം പൊളിഞ്ഞെന്ന് വ്യക്തമാക്കുന്നതാണ് സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകളെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാർ അവകാശപ്പെട്ടതിന്റെ 1/4 പേർ പോലും സംഗമത്തിനെത്തിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ രാഷ്ട്രീയ നാടകം ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയ്യപ്പ ഭക്തർ സംഗമത്തോട് മുഖം തിരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ബോർഡ് ജീവനക്കാരും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്റ്റാഫ് അംഗങ്ങളും ഉദ്യോഗസ്ഥരുമാണ് സദസ്സിലുണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടു. എന്നിട്ടാണത് AI നിർമ്മിതമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ന്യായീകരിക്കുന്നത്. ജനങ്ങളുടെ പൊതുബോധ്യത്തെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്ന MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുത്. സംഗമം ആഗോള വിജയമെന്നും ലോക പ്രശസ്തമായ വിജയമെന്നും പറഞ്ഞതിലൂടെ MV ഗോവിന്ദൻ പിണറായി വിജയനെ പരിഹസിച്ചതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. മാനവികതയുടെയും മതേതരത്വത്തിന്റെയും പൂങ്കാവനമായ ശബരിമലയിലേക്ക് യോഗി ആദിത്യനാഥിനെ പോലെ വർഗീയത പ്രചരിപ്പിക്കുന്ന ഒരാളെ ക്ഷണിച്ചത് കേരളത്തിന്റെ മതേതര മനസ്സിനെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നും യോഗി ആദിത്യനാഥിന്റെ ആശംസാ കത്തിലെ ഉള്ളടക്കം അഭിമാനത്തോടെ ദേവസ്വം മന്ത്രി വായിച്ചതിലൂടെ എന്ത് സന്ദേശമാണ് സർക്കാർ നൽകുന്നത്? ഭക്തി പരിവേഷമായി അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഭക്തി പരിവേഷമായി അണിഞ്ഞത് നിങ്ങളാണ്. നിങ്ങൾക്ക് തന്നെയാണ് പ്രത്യേക അജണ്ടയുള്ളതും. അയ്യപ്പ സംഗമത്തിൽ തത്വമസിയെയും ഭഗവത്ഗീതയെയും കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ നേരത്തെ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചത് വിശ്വാസ സമൂഹം മറക്കില്ല. ശബരിമലയിലെ വിശ്വാസങ്ങളെ തകർക്കാനും ഭക്തരെ അപമാനിക്കാനും ശ്രമിച്ച പിണറായി വിജയനും LDF സർക്കാരും അതേ ശബരിമലയെയും അയ്യപ്പനെയും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തതിനുള്ള തിരിച്ചടി കേരളത്തിലെ ജനങ്ങൾ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. എന്നാൽ ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയെന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചതെന്നാണ് ദേവസ്വം മന്ത്രി VN വാസവൻ പറയുന്നത്. ശബരിമലയുടെ പശ്ചാത്തല വികസനത്തിനുള്ള ചർച്ചകളിലാണ് അയ്യപ്പ സംഗമം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. മറ്റ് വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചരണം നടത്തുന്നവർക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്നും മന്ത്രി പറഞ്ഞു. ആർക്കും പരാതികളോ പരിഭവങ്ങളോ ഇല്ലാതെയാണ് അയ്യപ്പ സംഗമം സമാപിച്ചതെന്നും VN വാസവൻ മാധ്യമങ്ങളോട് പറഞ്ഞു.